അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് പരിഹസിച്ചും വെല്ലുവിളിച്ചും കൊണ്ട് ഇറാൻ നടത്തിയ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഫോർ മിസൈൽ ആക്രമണം ആഗോളതലത്തിൽ വലിയ നടുക്കമുണ്ടാക്കിയിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു പരമാധികാര രാജ്യം ലോകത്തെ ഏറ്റവും വലിയ മഹാശക്തിയുടെ തലവനെ പേരെടുത്ത് പറഞ്ഞ് അപമാനിച്ചുകൊണ്ട് സൈനിക നടപടിക്ക് തുനിയുന്നത് ലോകം അവിശ്വാസത്തോടെയാണ് നോക്കിക്കാണുന്നത്. വെറും ഒരു സൈനിക നീക്കം എന്നതിലുപരി രാഷ്ട്രീയമായ വലിയൊരു പ്രഹരമായാണ് ഇറാൻ ഈ നീക്കത്തെ അവതരിപ്പിക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ വേവ് 19 ആക്രമണം ഗൾഫ് മേഖലയിലുടനീളമുള്ള അമേരിക്കൻ സാന്നിധ്യമുള്ള വ്യവസായ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. എന്നാൽ ലോകത്തെ ഞെട്ടിച്ചത് ആക്രമണത്തിന്റെ വ്യാപ്തിയേക്കാൾ അധികം അതിനു പിന്നിലെ സന്ദേശമാണ്. ആക്രമണത്തിന് മുന്നോടിയായി ഇറാൻ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ വിക്ഷേപണത്തിന് തയ്യാറെടുക്കുന്ന മിസൈലുകളിൽ ഹേ സ്റ്റുപ്പിഡ് ട്രംപ് എന്ന് വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് വ്യക്തമായി കാണാം. ഒരു രാഷ്ട്ര തലവനെ ഇത്രയും പരസ്യമായും നേരിട്ടും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള യുദ്ധമുറ ആധുനിക ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ഈ നീക്കം സൂചിപ്പിക്കുന്നത് ഇറാൻ തങ്ങളുടെ സൈനിക നയതന്ത്രത്തിൽ വരുത്തിയ വൻ മാറ്റത്തെയാണ്. നേരത്തെ ഔദ്യോഗിക പ്രസ്താവനകളിലും പ്രസംഗങ്ങളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന അമേരിക്കൻ വിരുദ്ധത ഇപ്പോൾ നേരിട്ട് യുദ്ധകളത്തിലെ ആയുധങ്ങളിൽ തന്നെ കുത്തിവെക്കപ്പെട്ടിരിക്കുന്നു. ഇത് കേവലം അശ്രദ്ധമായി സംഭവിച്ച ഒന്നല്ല, മറിച്ച് അമേരിക്കൻ ഭരണകൂടത്തെയും പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിനെയും പ്രകോപിപ്പിക്കാനും ഇറാന്റെ ഭയമില്ലാത്ത നിലപാട് വ്യക്തമാക്കാനും ഉദ്ദേശിച്ചുള്ള കൃത്യമായ പ്ലാനിംഗ് ആണ്. ഗൾഫ് മേഖലയിലെ നിർണായകമായ പല എണ്ണ സംഭരണശാലകളും അമേരിക്കൻ സൈനിക താവളങ്ങളും ഈ ആക്രമണത്തിന്റെ മുനമ്പിലായിരുന്നു. ഡ്രോണുകളും മിസൈലുകളും ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ നീക്കം മേഖലയിലെ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത ഒരു വ്യക്തിപരമായ പോരാട്ടമായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ പ്രത്യക്ഷമായ അടയാളമാണിത്. ട്രംപിന്റെ തിരിച്ചുവരവിനും അദ്ദേഹത്തിന്റെ കടുത്ത ഇറാൻ നയങ്ങൾക്കും പകരമായി ഇറാൻ നൽകുന്ന ഈ പേഴ്സണലൈസ്ഡ് സന്ദേശം വൈറ്റ് ഹൌസിനെ എപ്രകാരം പ്രകോപിപ്പിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ വക്കിൽ മിഡിൽ ഈസ്റ്റ് നിൽക്കുമ്പോൾ ഇറാന്റെ ഈ പ്രകോപനം എരുതിയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായി മാറിയിരിക്കുന്നു. ഇറാന്റെ ഈ അപമാനത്തിന് അമേരിക്ക എപ്രകാരം മറുപടി നൽകുമെന്നത് വരും ദിവസങ്ങളിലെ ഏറ്റവും വലിയ ആശങ്കയാണ്. നയതന്ത്ര ചർച്ചകൾക്ക് ഇനി സ്ഥാനമില്ലെന്നും യുദ്ധക്കളത്തിൽ സന്ധിയില്ലാത്ത പോരാട്ടത്തിന് തങ്ങൾ തയ്യാറാണെന്നും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ പുതിയ ആക്രമണത്തിലൂടെ ഇറാൻ ചെയ്തിരിക്കുന്നത്.